പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എനിക്കും നിങ്ങൾക്കും ആത്മീയ മേഖലയിൽ വളരേണ്ട ചില മേഖലകൾ അതിശക്തമായി നമുക്ക് വേണ്ടി നൽകുകയാണ്. ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങിയത് ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഈ ശുശ്രൂഷയിലോട്ട് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പായി പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക ബോധ്യം നൽകിയത് വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തുസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുവചനമാണ്. ഞാൻ വിശ്വസിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന ആർക്കോ വേണ്ടി, ഒരുപക്ഷെ ഓൺലൈനിൽ പങ്കെടുക്കുന്ന ആർക്കോ വേണ്ടി പരിശുദ്ധാത്മാവ് അപ്രകാരം ഈ വചനം നൽകിക്കൊണ്ട് ചില കാര്യങ്ങൾ പറയാനും പഠിപ്പിക്കുവാനും ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വചനം ഈ ശുശ്രൂഷ സമയത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. ഹല്ലേലൂയ, ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. സെന്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ്, 2nd letter, chapter 4, verse 16, 16-ാമത്തെ തിരുവചനം. ബൈബിൾ ഉള്ളവർ തുറക്കണം. ഇത് ഇവിടെ ഇരിക്കുന്ന അനേകർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് സമ്മാനിക്കുന്ന ഒരു ആത്മീയ മേഖലയാണ്. അപ്പം അതുകൊണ്ട് ഈ വചനം ഒന്ന് ആദ്യം കേട്ടു നോക്കിക്കേ. ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല, ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഇതാണ് വചനം. ഇത് നിങ്ങൾക്ക് വേണ്ടി പറയുന്ന എനിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് കൃത്യമായി ഓർമ്മയിലേക്ക് കൊണ്ടുവച്ച് തന്നിരിക്കുക. ഒന്നും കൂടെ നമുക്ക് ആ വചനം ഒന്ന് വായിച്ചാലോ? നമുക്കൊരു കാര്യം ചെയ്യാം. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. യെസ്, ലിഫ്റ്റ് യുവർ റൈറ്റ് ഹാൻഡ്. ഈ വചനം നമുക്ക് ഉച്ചത്തിൽ ഏറ്റു പറയാം. ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല, ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഹല്ലേലൂയ. കൈകൾ താഴ്ത്തിക്കേ. ഇത് പറയുന്നത് പൗലോസ്ലീഹായാണ്. വിശുദ്ധ പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തിലെ സഹന വഴികളിൽ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമാണ്. ജീവിതത്തിലെ സഹനങ്ങൾ, പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിനെ എങ്ങനെയാണ് ഈ പൗലോസ്ലീഹ അഭിമുഖീകരിച്ചത് എന്നുള്ളതിനെ കുറിച്ച് വചനം കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. വചനം പറയുന്നത് ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. കണ്ടോ? ഞങ്ങൾ നിരാശരാകുന്നില്ല. നിരാശപ്പെടാൻ കാരണങ്ങളേറെയുണ്ട്. കേട്ടല്ലോ? നിരാശപ്പെടാൻ കാരണങ്ങളേറെയുണ്ട്. പക്ഷെ പൗലോസ്ലീഹ പറയാണ്, ഞങ്ങൾ നിരാശപ്പെടത്തില്ല, ഞാൻ നിരാശപ്പെടത്തില്ല. ഭഗ്നാശരാകാൻ കാരണങ്ങളേറെയുണ്ട്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ചിലരുടെ ഉള്ളിൽ ഇതിങ്ങനെ തെളിഞ്ഞു വരുന്നത് ശരിയാണ്. ഇതെന്നെക്കുറിച്ചാണല്ലോ ദൈവമേ. പൗലോസ്ലീഹായുടെ അവസ്ഥയാണ് നമ്മുടെയും. അതായത് ഭഗ്നാശരാവാൻ, നിരാശപ്പെടാൻ, തളർന്നു പോകാൻ അനേക കാരണങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ട്. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ. സത്യമല്ലേ? അതേന്ന് നമ്മൾ സമ്മതിച്ചില്ലെങ്കിൽ സത്യമായ കാര്യം. നിരാശപ്പെടാൻ, ഭാരപ്പെടാൻ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നു. പല വഴികളിൽ നമ്മൾ ഭാരപ്പെടുന്നു. മനസ്സിന് വല്ലാതെ ഭാരം സംഭവിക്കുന്നു. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ധ്യാനത്തിന് വേണ്ടി ഒരു ഇടവകപ്പള്ളി ചെന്നപ്പോൾ, ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വന്നു. ഞാനിത് പങ്കുവയ്ക്കുന്നത് സമാനമായ അനുഭവങ്ങൾ ഉള്ളവർ ഇവിടെയുണ്ട്. അവരത് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ കുടുംബനാഥ, വീട്ടമ്മ സങ്കടത്തോടെ വന്ന് പറഞ്ഞത്, അച്ഛാ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് ഉറക്കമില്ല, എൻ്റെ തലയിൽ ഭാരമാണ്. ഞാൻ ചോദിച്ചു, ഇതിന് എന്താണ് കാരണം? കാരണമുണ്ടച്ഛാ. ഒന്നാമത്തെ കാരണം എൻ്റെ ഭർത്താവാണ്. അച്ഛാ, അയാൾക്ക് ജോലിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അയാൾ ജോലിയല്ല ഉപേക്ഷിച്ച് വീട്ടിലിരിപ്പാണ്. എനിക്ക് ജോലിയുണ്ട്, അതുകൊണ്ടാണ് കുടുംബം നടക്കുന്നത്. എനിക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ അയാളുടെ കയ്യിലാണ്. ഞാൻ ചോദിച്ചു, അയാൾ എന്ത് ചെയ്യുന്നു?
അയാൾ വീട്ടിൽ പട്ടിയെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു 4-5 പട്ടികളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. പട്ടികൾക്ക് തീറ്റ കൊടുക്കുക, പട്ടികളെ കുളിപ്പിക്കുക, പട്ടികളെ നന്നാക്കി കൊണ്ട് നടക്കുന്നതാണ് ഇപ്പം അയാളുടെ പണി. അച്ഛാ, എൻ്റെ കാര്യം ഒരു പട്ടിയുടെ വില പോലും എനിക്ക് കിട്ടുന്നില്ല. ഞാൻ ചോദിച്ചപ്പോൾ മക്കൾ 2 കുട്ടികളുണ്ട്, പെൺകുട്ടികൾ. അച്ഛാ, അപ്പനോട് തീരാത്ത പകയുമായിട്ടാണ് ആ മക്കൾ നടക്കുന്നത്. അപ്പൻ്റെ ഈ സ്വഭാവ രീതി കണ്ട് മൊത്തം അസ്വസ്ഥപ്പെട്ട് അപ്പനോട് പകയുമായിട്ട് 2 പെൺകുട്ടികൾ വളർന്നു വരുന്നുണ്ട്. അച്ഛാ, എനിക്ക് ഓർത്തിട്ടേ ഉറക്കം കിട്ടുന്നില്ല. തലയ്ക്ക് ഭാരമാണച്ഛാ, ഭാരം. ഇതെന്ത് ചെയ്യും? ഞാൻ അദ്ദേഹത്തെ, എൻ്റെ ഭർത്താവിനെ ധ്യാനത്തിന് വിളിച്ചു. നമ്മുടെ ഇടവകപ്പള്ളി ഒരു ധ്യാനം നടക്കുന്നുണ്ട്, വരൂ, നീ പോയി ധ്യാനം കൂടി നന്നായാൽ മതി. ഞാൻ നന്നായ ആളാണ്, നീയാണ് നന്നാവേണ്ടത്. അയാൾ അവിടെ പട്ടീനെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അച്ഛാ, എന്ത് ചെയ്യൂ അച്ഛാ? ഞാനിത് ആരോട് പറഞ്ഞാൽ മനസ്സിലാകും? പുറമേ നോക്കുമ്പോഴത്തേക്ക് എല്ലാവരുടെയും വിചാരം ടിപ് ടോപ്പ്. അങ്ങനെയല്ല അച്ഛാ, എനിക്ക് ഉറക്കമില്ല. പൗലോസ്ലീഹ പറയാണ്, ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഭഗ്നാശരാവാൻ കാരണങ്ങൾ ഏറെയുണ്ട്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം, നിനക്ക് നിരാശപ്പെടാൻ, ഭാരപ്പെടാൻ കാരണങ്ങൾ ഏറെ ഉണ്ട്. പക്ഷേ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, ഈ ഭാരത്തെ നീ കൈകാര്യം ചെയ്യേണ്ട ഒരു വിധമുണ്ട്. അതുകൊണ്ടാണ് വചനം, തൊട്ടടുത്ത വചനം പറയുന്നത്, ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. പൗലോസ്ലീഹ പറയുക, ഈ ഭാരം കാരണം ശരിയാ, ഞങ്ങൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുക. പലതരത്തിൽ ഞങ്ങൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ പലരും പല കാരണങ്ങളാൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറക്കം കിട്ടാത്തത് കൊണ്ട് ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. കുടുംബത്തിലെ പല കാര്യങ്ങളിൽ പെട്ടിട്ട് ഭാരപ്പെട്ട് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. വീട് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. കണ്ടോ, പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്, ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു ആത്മീയ സത്യമാണ്. ഈ ശുശ്രൂഷ അവസരത്തിൽ നമ്മൾ സ്വന്തമാക്കേണ്ടതും ഈ പൗലോസ്ലീഹായുടെ ഉള്ളിലുണ്ടായിരുന്ന ഈ കൃപയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണിക്കും, അല്ലേ? കഴിഞ്ഞ ദിവസം ഞാനൊരു ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ, അവനെ ഇതിനു മുമ്പ് ഞാൻ കണ്ടപ്പോൾ അവൻ കുറേ തൂക്കവും വണ്ണവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അവൻ നരുന്ത് പോലെയായി. ഞാൻ ചോദിച്ചു, ഇതെന്നാ പറ്റി? വല്ല രോഗമാണോ? അല്ലച്ചാ, ഞാനൊരു സ്ഥലത്തൊരു ജോലിക്ക് കയറി. ടെൻഷനാച്ചാ, ടെൻഷൻ കയറി കഴിഞ്ഞിട്ട് അച്ഛാ, എൻ്റെ വണ്ണം എല്ലാം പോയി, എൻ്റെ വെയിറ്റ് എല്ലാം പോയി, ഞാനിപ്പോൾ ഈ പരുവത്തിലായി. ഞാൻ ചോദിച്ചു, ഇങ്ങനെയാണെങ്കിൽ എത്ര നാൾ അവിടെ നിൽക്കും? അറിയത്തില്ല അച്ഛാ, ഇങ്ങനെ പോയാൽ അധികം നാൾ ഞാൻ ജീവിച്ചിരിക്കും തോന്നുന്നില്ല. അതുപോലത്തെ സ്ട്രെസ്സാണ്, അതുപോലത്തെ ഭാരം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ പറയുന്ന, എൻ്റെയും ഉള്ളിൽ ജീവിതത്തിൽ കടന്നു വരുന്ന അനുഭവങ്ങളുടെ നടുവിൽ പൗലോസ്ലീഹ നമുക്കൊരു മാർഗം നൽകുകയാണ്. നിന്റെ ബാഹ്യ മനുഷ്യൻ, പുറത്തുള്ള കാര്യം അത് ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നിന്റെ ഉള്ളിൽ ഓരോ അനുഭവങ്ങളും നിന്നെ നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ്, റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ അനുഭവങ്ങളും നിന്നെ ഇതാ നവീകരിച്ചു കൊണ്ടിരിക്കുന്നു. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ പ്രതിസന്ധികളും, ഓരോ പ്രശ്നങ്ങളും നമ്മൾ എന്ത് ചെയ്യാണ്? നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ്, റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതിസന്ധികളെ നമ്മൾ തരണം ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ഇതാ ശക്തമായ ഒരു നവീകരണ പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, 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 ആമേൻ. വലതും ഇടതും ഇരിക്കുന്ന ആളോട് പറഞ്ഞേ, നവീകരണം നടന്നുകൊണ്ടിരിക്കുന്നു. ഉണ്ടെന്ന് പുറമേ നോക്കുമ്പോൾ അത് മനസ്സിലായില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളിൽ ഇത് സംഭവിക്കേണ്ടതാണെന്ന് പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്. അതേതവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും, ഭഗ്നാശരാകാനുള്ള സാധ്യതകളെല്ലാം
നിന്റെ മുമ്പിൽ ഒരു ആത്മീയ നവീകരണത്തിന് വേണ്ടി കർത്താവ് ഒരുക്കുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഹല്ലേലൂയാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ശുശ്രൂഷ സമയത്ത് ചില വചനങ്ങൾ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. നമ്മളെ ഭഗ്നാശരാക്കുന്ന, നിരാശപ്പെടുത്തുന്ന, ഉറക്കം കളയുന്ന, ഭാരപ്പെടുത്തുന്ന അനേക പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പഠിക്കുന്നു. സങ്കീർത്തന പുസ്തകം 55-ാം അധ്യായം അതിൻ്റെ 22-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ? ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 55 വേഴ്സ് 22. 55-ാം അധ്യായം അതിൻ്റെ 22-ാം തിരുവചനം. ഈ വചനം കാണാതെ പഠിച്ചിട്ടില്ലാത്തവർ കാണാതെ പഠിക്കാൻ ഒന്ന് പരിശ്രമിക്കൂ. സാധിക്കുമെങ്കിൽ നിങ്ങളൊരു പേപ്പറിൽ ഈ വചനം എഴുതി എന്നിട്ട് നിങ്ങൾ കിടക്കുന്ന മുറിയിൽ നിങ്ങൾ ഒട്ടിച്ചു വെക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഈ വചനം ഇടയ്ക്കിടയ്ക്ക് നോക്കി നമുക്ക് ആത്മീയമായി ഒരു നവീകരണത്തിന് പരിശുദ്ധാത്മാവ് സഹായിക്കും. സങ്കീർത്തനം 55 അതിൻ്റെ 22-ാം തിരുവചനം. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 55 വേഴ്സ് 22 വായിക്കാം. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക. യെസ്. അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. കണ്ടോ, ഇതാണ് വചനം. നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റു പറയാം. വലതുകര ഉയർത്തിപ്പിടിച്ച് ഒച്ചത്തിൽ പറഞ്ഞ്, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക. അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു കൊടുത്താലോ? നിന്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക. അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഭഗ്നാശരാകാനുള്ള, നിരാശപ്പെടാനുള്ള കാരണങ്ങളേറെയാണ്. നിരാശപ്പെടാൻ കാരണങ്ങളേറെയുണ്ട്. എന്നാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? നിന്റെ ഭാരം, നിരാശപ്പെടാനുള്ള, ഭാരപ്പെടാനുള്ള ഈ കാരണത്തെ ഇത് കർത്താവിന് ഭരമേൽപ്പിക്കുക. അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു സഹോദരി നാട്ടിൽ ഈയിടയ്ക്ക് അവധിക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ഛാ, എൻ്റെ ഹസ്ബൻഡ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. കുറച്ച് നാൾ കിടപ്പിലായിരുന്നു, പിന്നീട് മരിച്ചുപോയി. വലിയ ദുഃഖമായിരുന്നു. അതിനുശേഷം എൻ്റെ മക്കളെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നു. ഞാനിപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ചോദിച്ചു ഈ സഹോദരിയോട്, ഈ ഭർത്താവിൻ്റെ മരണശേഷം എങ്ങനെ ജീവിതം മുന്നോട്ട് നീങ്ങി? അച്ഛാ, കടുത്ത ഏകാന്തത, ഭയങ്കര ശൂന്യത എൻ്റെ ഉള്ളിലുണ്ടായി. വളരെ വലിയ ശൂന്യത. അച്ഛാ, ഈ ശൂന്യതയുടെ നടുവിൽ എൻ്റെ തലയ്ക്കകത്ത് പല പൊട്ടച്ചിന്തകളും വന്നു. സ്വാഭാവികമാണേ, ഓർത്തോണം കേട്ടോ. അത് നമ്മുടെ തലയ്ക്കകത്തോട്ട് വന്നുകൊണ്ടിരിക്കും. ഈ ഭാരപ്പെടുത്തുന്ന ഏതെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. തലയ്ക്കകത്ത് കുറേ പൊട്ടച്ചിന്തകൾ കൊണ്ടുത്തരും. നമ്മൾ അത് ചിന്തിക്കാനോ ആ പിശാച് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനോ പോകുന്നതനുസരിച്ച് നമ്മൾ താന്നുകൊണ്ടിരിക്കും, വെള്ളത്തിൽ താന്നുകൊണ്ടിരിക്കും. അത് വളരെ ശ്രദ്ധിച്ചോണം. അപ്പോൾ ഈ സ്ത്രീ പറയുകയാണ്, അച്ഛാ, എൻ്റെ തലയ്ക്കകത്ത് കുറേ പൊട്ടച്ചിന്തകൾ. എൻ്റെ ഭർത്താവ് മരിച്ചില്ല, ഇനി എന്ത് ജീവിതം? നിൻ്റെ ജീവിതം തീർന്നു, നിൻ്റെ ആയുസ് തീർന്നു. പിന്നെ മക്കള്, അതുങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ വളർന്നോളൂ. എന്നാൽ അച്ഛാ, ആ നാളുകളിലാണ് ഞാൻ ഈ പോട്ട ആശ്രമത്തിൽ വന്ന് ഞാനൊരു ധ്യാനത്തിൽ പങ്കെടുത്തു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ. ഈ ആലയത്തിൽ വന്നൊരു ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രചോദനം തന്നു. അച്ഛാ, നിനക്കൊരു ജീവിതമേ ഉള്ളൂ. ഈ ജീവിതം നീ ഇങ്ങനെ ജീവിച്ച് നശിക്കരുത്. മറിച്ച് നിനക്കുണ്ടായ അനുഭവങ്ങളെല്ലാം അത് അനുഗ്രഹമായി മാറ്റണം. ഇതെൻ്റെ തലയ്ക്കകത്ത് ഇങ്ങനെ ഇരുന്നുകൊണ്ട് ആരോ ഇരുന്ന് പറയുന്നത് പോലെ. പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് പരിശുദ്ധാത്മാവാണ്. എനിക്കൊരു ജീവിതമേ ഉള്ളൂ. ഈ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ അനുഭവമെല്ലാം അനുഗ്രഹമാണ്. ഞാനപ്പോൾ ആലോചിച്ചപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ മരണം എങ്ങനെ അനുഗ്രഹമാവും? എൻ്റെ ജീവിതത്തിൽ ഈ ഏകാന്തത എങ്ങനെ അനുഗ്രഹമാവും? എൻ്റെ ജോലിയില്ലായ്മ എങ്ങനെ അനുഗ്രഹമാവും? ആലോചിക്കും തോറും എനിക്ക് അസ്വസ്ഥത. എന്നാൽ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ആലോചന തന്ന പരിശുദ്ധാത്മാവ് അതിനുള്ള വഴിയും കൂടെ എൻ്റെ മുമ്പിലേക്ക് വെച്ചു തന്നു. ഈ വചനം സങ്കീർത്തനം 55:22.
ഈ സ്ത്രീ പറയാ, അന്ന് മുതൽ എല്ലാ ദിവസവും ഞാൻ ഈ വചനത്തിൽ ആശ്രയിച്ചാണ് അച്ഛാ ജീവിതം മുന്നോട്ട് നീങ്ങുന്നത്. സങ്കീർത്തനം 55:22 ഇതേ വചനം പറയുന്നു, നിന്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. അച്ഛാ, ഞാൻ എൻ്റെ കർത്താവിനെ ഭരമേൽപ്പിക്കാൻ തുടങ്ങി. ഇത്രയും നാളും എൻ്റെ ഭർത്താവ് മരിച്ചുപോയല്ലോ അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന എൻ്റെ അവസ്ഥയിൽ എൻ്റെ മുമ്പിലേക്കൊരു വചനം കിട്ടി. എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കണം, എൻ്റെ കർത്താവിൽ ആശ്രയിക്കണം, കർത്താവിൻ്റെ ഭാരം നോക്കിക്കൊള്ളും. എൻ്റെ പ്രിയരെ, ഈ സ്ത്രീ എന്താ പറഞ്ഞെന്നറിയോ? ധ്യാനം കൂടി ഈ വചനം ഞാൻ അങ്ങ് വിശ്വസിക്കാൻ തുടങ്ങിയതോടുകൂടി എൻ്റെ മുമ്പിൽ ഞാൻ ഇത്രയും നാളും കണ്ടുകൊണ്ടിരുന്ന ഇരുട്ട് മാറി വലിയ പ്രകാശം നിറഞ്ഞു. അച്ഛാ, കർത്താവ് എനിക്ക് വിദേശത്തൊരു ജോലി ക്രമീകരിച്ചു തന്നു. എൻ്റെ മക്കളെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റി. ഞാൻ അവിടെ ഒരു പ്രയർ ഗ്രൂപ്പിൽ പങ്കെടുക്കുന്നു. ഞാൻ എല്ലാ ദിവസവും വചനം വായിക്കുന്നു. ഞാൻ ഇന്ന് ജീവിക്കുന്നത് ഒരു പ്രത്യാശയോടെയാണ്. ഇതാണ് പൗലോസ്ലീഹ ആദ്യം പറഞ്ഞത്. ഏത്? ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഭഗ്നാശരാകാൻ കാരണങ്ങളേറെയുണ്ട്, ഇല്ലേ? ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കാരണങ്ങളേറെയുണ്ട്. പക്ഷേ ഇത് ഞങ്ങളുടെ ബാഹ്യ മനുഷ്യനെ ക്ഷയിപ്പിക്കുന്നെങ്കിലും ഞങ്ങളുടെ ആന്തരിക മനുഷ്യനെ അത് നവീകരിച്ചുകൊണ്ടിരിക്കുന്നു, റിന്യൂ ചെയ്യുന്നു. നിനക്കുണ്ടായ എല്ലാ അനുഭവങ്ങളും നിന്നെ ഇങ്ങനെ നവീകരിക്കുന്ന ഒരു അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇതേ ഈ വചനം അങ്ങോട്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ചോണം കേട്ടോ. പത്രോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ വായിച്ചേ. പത്രോസ്ലീഹ തൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം തിരുവചനം, 1 Peter chapter 5:7. വളരെ പരിചിതമായ വചനമാണ്. പരിചയമില്ലെങ്കിൽ ഇത് എഴുതിയെടുത്തോ കേട്ടോ. നല്ല ഒന്നാന്തരം വചനമാണ്. പത്രോസ്ലീഹ നമ്മളെ ഇത് പഠിപ്പിക്കുമ്പോൾ ഈ പത്രോസിനെ നമുക്ക് നന്നായിട്ട് അറിയാം. ജീവിതത്തിൽ അനേക ഞെരുക്കങ്ങളിലൂടെ കടന്നുപോയ പത്രോസാണ് നമ്മളൊരു കാര്യം പറയുന്നത്. 5-ാം അധ്യായം 7-ാം തിരുവചനം 5-ന്റെ നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കണ്ടോ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്ന് പറഞ്ഞാൽ നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. പറഞ്ഞു കൊടുത്തേ, നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലതുകരം ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ്, എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്, എന്റെ ഉത്കണ്ഠകളെല്ലാം ഞാൻ അവിടുത്തെ ഭരമേൽപ്പിക്കുന്നു. എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം തിരുവചനം വായിച്ചാലോ? ഇതും നമുക്ക് പരിചയമുള്ള വചനമാണ്. നമ്മൾ ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ ഭഗ്നാശരാവാൻ, നിരാശപ്പെടാൻ അനേക കാരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അവയുടെ നടുവിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 11 അതിന്റെ 28-ാം തിരുവചനം വായിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കണ്ടോ, ഇത് വെറുതെ വായിച്ചു പോയാൽ പോരാ. ഇത് നമ്മളെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യമാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ. ആരാ വരേണ്ടത്? അധ്വാനിക്കുന്നവര്, ഭാരം വഹിക്കുന്നവര്. എൻ്റെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലതരത്തിൽ നമ്മൾ അധ്വാനിക്കുന്നവരാണ്, പലതരത്തിൽ നമ്മൾ ഭാരം വഹിക്കുന്നവരാണ്. ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലുള്ള വലിയ സങ്കടം, ഞാൻ ഇത്രയൊക്കെ അധ്വാനിച്ചിട്ട് മറ്റുള്ളവർ എൻ്റെ അധ്വാനം തിരിച്ചറിയുന്നില്ലല്ലോ, ഞാൻ ഇത്രയൊക്കെ ഭാരം ചുമന്നിട്ട് മറ്റുള്ളവർ എന്നെ ഒരു നല്ല വാക്ക് പറഞ്ഞ് ഒരു വേർഡ് ഓഫ് അപ്രീസിയേഷൻ എനിക്ക് നൽകുന്നില്ലല്ലോ, ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കാണല്ലോ. വചനം പറയുന്നു, നീ ഇന്ന് അനുഭവിക്കുന്ന ഈ ഭാരം, ഈ ക്ഷീണം നിന്റെ കർത്താവ് കാണുന്നുണ്ട്, നീ ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയാ. അതുകൊണ്ടാണ് ആ വചനം പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. എൻ്റെ അടുക്കൽ വന്നാൽ എന്താണ് മെച്ചമെന്നാണ് വചനം പറയുന്നത്? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം,
ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. 2 കരങ്ങൾ ഉയർത്തി ഒച്ചത്തിൽ ഒരു 3 ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചോളൂ പ്രിയപ്പെട്ടവരെ, ഭാരം വഹിക്കുന്നവരാണോ നിങ്ങൾ? ക്ഷീണിച്ചവരാണോ നിങ്ങൾ? എങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ സന്നിധിയിലെത്തണം. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കുള്ള ഉത്തരമുണ്ട്. യേശുവിനോട് പറയാം. ചേർന്ന് പാടിക്കേ. എൻ്റെ ഇഷ്ടങ്ങളൊന്നും വേണ്ട യേശുവേ. ഒരിക്കൽ കൂടെ പാടാമോ? എൻ്റെ ഇഷ്ടങ്ങളല്ല, എൻ്റെ ഇഷ്ടങ്ങളൊന്നുമേ ചേർന്ന് ചേർന്ന് ഞാൻ പ്രശോഭിക്കട്ടെ, നിന്റെ ഹിതത്തിന്റെ നിറവിൽ. യേശുവേ, 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആദിനും അന്തിനും അന്തിനും നീ മാത്രം യേശുവേ. ആമേൻ. ചേർന്ന് പാടാം. നീ മാത്രം യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. പഠിക്കേ. പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. അക്കരങ്ങൾ വീശി ആരാധന. ചേർന്ന് പാടി ആരാധന. ഈ ശരീരം സമർപ്പിച്ചുകൊണ്ട് ആരാധന. നിരാശയെല്ലാം സമർപ്പിച്ച് ആരാധന. എല്ലാ രോഗപീഠകളെ സമർപ്പിച്ച് ആരാധന.
രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയെ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം ഈ ദൈവജനത്തിലേക്ക് വെളിപ്പെടണമേ. കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന് ഈശോയെ നമ്മൾ നോക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധ അൽത്താര നിന്നെ വ്യക്തമായി നിന്റെ മുമ്പോട്ടുള്ള വഴികളെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 16-ാം തിരുവചനം, ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല, ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങളെ ഭഗ്നാശരാക്കാൻ നിരാശപ്പെടുത്തുന്ന അനേക കാരണങ്ങൾ നമ്മുടെ മനസ്സിൽ തെളിയും. എന്നാൽ നമ്മൾ തിരിച്ചറിയണം, ബാഹ്യമായി നമ്മൾ ക്ഷയിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ആന്തരിക മനുഷ്യനെ ഇത് നമ്മൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക, റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി, എന്താണ് ഇന്ന് നിന്നെ ഭഗ്നാശയാക്കുന്ന വിഷയം? എന്തിനെ ഓർത്തുകൊണ്ടാണ് നീ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? എന്താണ് നിന്റെ ആലോചനാ വിഷയം? ഓരോരുത്തരുടെയും ഉള്ളിൽ ഇപ്പോൾ ചില വിഷയങ്ങൾ, ഭാരങ്ങളൊക്കെ തെളിഞ്ഞു വരും. അത് സമർപ്പിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് തലയ്ക്കകത്ത് വെച്ചുകൊണ്ടിരിക്കാനല്ല, മറിച്ച് അത് സമർപ്പിക്കുക. നിന്നെ നിരാശപ്പെടുത്തുന്ന, ഭഗ്നാശനാക്കുന്ന എല്ലാ വിഷയങ്ങളും ഇപ്പോൾ ഈശോയുടെ മുമ്പിലേക്ക് കൊടുക്കുക. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു വ്യക്തിയോട് ബന്ധപ്പെട്ടതായിരിക്കും. വ്യക്തികളോട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഇപ്പോൾ ആ വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അത്രമേൽ നീ സ്നേഹിച്ച, ഒരുപക്ഷെ നിന്റെ കൂടെ ഒരുമിച്ച് ജോലി ചെയ്ത, നിന്റെ ജീവിതത്തിൽ എന്നും കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞൊരു വ്യക്തി നിന്നെ ഒരുപക്ഷെ ചതിച്ചതാവും. നിനക്കത് മറക്കാൻ പറ്റുന്നില്ല. അത്രമേൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഭാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ അങ്ങോട്ട് നടക്കുന്നില്ല എന്ന് സങ്കടപ്പെടുന്നവരാവും. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആരുടെയെങ്കിലുമൊക്കെ മരണത്തിൽ ഭാരപ്പെട്ട് ഉത്കണ്ഠപ്പെട്ട് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുണ്ടാവും. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എന്താണ് നിന്നെ നിരാശനാക്കുന്ന, ഭഗ്നാശനാക്കുന്ന വിഷയം? ആ വിഷയം ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന അനേക മാതാപിതാക്കളുണ്ട്. ഭഗ്നാശരാകരുത്. ഇത് നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹമായിട്ട് കർത്താവ് മാറ്റുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സാമ്പത്തിക ഞെരുക്കത്തിലായിരിക്കും, എന്നാൽ നീ വിശ്വസിക്കണം, സമ്പത്തിൻ്റെ ഉടയവൻ സർവശക്തനാണ്. അവിടുന്ന് ഇടപെടും. സമ്പത്തിൻ്റെ നിയന്ത്രണം കർത്താവിൻ്റെ കയ്യിലാണ്. അവിടുന്ന് ഇടപെടും. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഏതെങ്കിലും സ്നേഹബന്ധങ്ങൾ തകർന്നുപോയി, ക്ഷമിക്കാൻ പറ്റുന്നില്ല, അത്രമേലുള്ള ഒരു അനുഭവം തലയ്ക്കകത്ത് വന്നു, സാരമില്ല. ഈ ശുശ്രൂഷ സമയത്ത് ആ മേഖലകളെ ഈ അൽത്താരിൽ സമർപ്പിച്ച് യേശുനാമത്തിൽ ക്ഷമിച്ച് തീരുമാനമെടുക്കുക. യേശുനാമത്തിൽ ക്ഷമിക്കാനുള്ള വലിയൊരു തീരുമാനം കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് കർത്താവെ ആ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഭഗ്നാശരാവാനുള്ള എല്ലാ കാരണങ്ങളും സമർപ്പിക്കുകയാണ്. എല്ലാ കാരണങ്ങളും സമർപ്പിക്കുന്നു. കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് അങ്ങ് അതിശക്തമായി ഇടപെടണമേ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എഴുന്നേറ്റ് നിൽക്കുന്നവർ 2 കരങ്ങൾ നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിക്കുക. എന്നിട്ട് ഈ സമയത്ത് നമ്മളെ ഭഗ്നാശരാക്കുന്ന, നിരാശപ്പെടുത്തുന്ന, ഓർത്തോ ദുഃഖം സമ്മാനിക്കുന്ന അനേക ഭാരങ്ങൾ നമ്മുടെ തലയ്ക്കകത്തുണ്ട്. അതെല്ലാം ഒരു പ്രാർത്ഥനയായി സമർപ്പിക്കുക. അതെല്ലാം ഒരു ആരാധനയായി സമർപ്പിക്കുക. എല്ലാ സംഭവങ്ങളും നമ്മളെ നവീകരിക്കാനുള്ളതാണ്. നീ വിശ്വസിക്കുക. ഇന്ന് കടന്നു പോകുന്ന എല്ലാ മേഖലകളും കർത്താവെ അത് എന്നെ നവീകരിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോളൂ. സ്വരമുയർത്തി ഒരല്പസമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കേണ്ട, മറ്റുള്ളവരെങ്ങനെ പ്രാർത്ഥിക്കുമെന്ന് നോക്കേണ്ട, മറിച്ച് നിനക്ക് പ്രാർത്ഥിക്കാൻ കിട്ടിയിരിക്കുന്ന കൃപയിൽ നന്നായിട്ട് അങ്ങോട്ട് സ്തുതിച്ചേ. യേശുവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. നിന്റെ കണ്ണുനീരിൽ ഇടപെടുന്ന ദൈവം, നിന്റെ ദുഃഖത്തിൽ ഇടപെടുന്ന നിന്റെ ദൈവം ഇതാ നിന്റെ കൂടെ പ്രവർത്തിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ.
നാവ് തുറന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. ആരാധന 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 ആരാധന. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. കർത്താവേ 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 സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ദൈവ അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കപ്പെടട്ടെ. എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാ പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ. ഈ ശുശ്രൂഷ സമയത്ത് ഇടപെടണമേ. ആരാധന 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 ആരാധന. സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,